നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പുകാർക്ക് നമ്മുടെ നാട്ടിൽ പാവങ്ങളുടെ കഞ്ഞി കുടിക്കാൻ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് തൊഴിലുറപ്പ്. ഒരാൾക്ക് 100 ദിനം എന്നാണ് അതിൻ്റെ കണക്ക്. ഇതിൽ 100 ദിനം തികയുന്ന ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1000 രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഓണ ബോണസ്. മുൻകാലങ്ങളിൽ ഇങ്ങനെ കൊടുത്തായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി ഇന്ത്യക്ക് മാതൃകയായി മുന്നേറുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടെ 27.67 കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് സർക്കാർ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലുറപ്പിലൂടെ ആശ്വാസമേകുകയും പട്ടികവർഗ കുടുംബങ്ങളുടെ തൊഴിൽ ദിനങ്ങളിൽ ദേശീയ ശരാശരിയേക്കാൾ ഉയരത്തെത്തിയും സോഷ്യൽ ഓഡിറ്റിങ്ങിൽ രാജ്യത്തെ ഒന്നാമത്തെയും ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്തത്. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡും മറ്റും കാര്യങ്ങളും ഈ സർക്കാർ ഏർപ്പെടുത്തി. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. എന്തായാലും അവർക്കൊരു പ്രതീക്ഷ തന്നെയാണ്. ഇങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് ഇങ്ങനെ ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബോണസ് ഉൾപ്പെടെ. തൊഴിലുറപ്പുകാരെ കൊണ്ടെല്ലാം ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന വയലുകളെല്ലാം എടുത്ത് കൃഷി ചെയ്യാൻ പഞ്ചായത്ത് മുൻകൈ എടുത്താൽ ഏറ്റവും വളരെ നല്ലതാണ്. കാട് കയറി കിടക്കുന്ന നമ്മുടെ സ്ഥലങ്ങൾ എല്ലാം എടുത്ത് പോച്ചയൊക്കെ വെട്ടി കൃഷികൾ ഇറക്കിയാൽ ഏറ്റവും നല്ലൊരു സമ്പത്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ പദ്ധതി കൊണ്ടുവന്നത് മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മൻമോഹൻ സിംഗ് കോൺഗ്രസിൻ്റെ ഒരു സംഭാവന തന്നെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. ഒരു തൊഴിലാളി വീട്ടിൽ നിന്ന് പോയാൽ 8 മണിക്ക് പോയാൽ വൈകിട്ട് 5 മണിക്ക് വരാൻ പറ്റൂ. കൃത്യമായ മോണിറ്ററിങ്ങിലൂടെയാണ് തൊഴിലുകൾ ചെയ്യിപ്പിക്കുന്നത്. അതിന് പ്രത്യേക സൂപ്പർവൈസറുണ്ട്. ഒരു ദിവസം തൊഴിലിന് പോയാൽ 369, അതായത് 370 രൂപയാണ് ഒരു ദിവസം അവർക്ക് കൈ കിട്ടുന്നത്. ഇതിന് പുറമെ റബ്ബർ ടാപ്പിംഗ് ശരിയായി നടക്കാത്തത് കൊണ്ട് റബ്ബർ ഷീറ്റിൻ്റെ വരവ് കുറഞ്ഞുകൂടി റബ്ബർ എടുക്കുന്ന കടകളും വളരെ നിരാശയിലാണ്. അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആസിഡായാലും അലുമിനിയം ട്രേ ആയാലും മറ്റും നിർമ്മാണ വസ്തുക്കൾ വെറുതെ ഇരിക്കുകയാണ്. വലിയ ചിലവില്ല. കാര്യം കനത്ത മഴയിലും കനത്ത കാറ്റിലും ടാപ്പിംഗ് ശരിയായ വണ്ണം നടന്നിട്ടില്ല ഈ വർഷം. സാധാരണ ആസിഡ് സൂക്ഷിക്കുന്നത് 1/2 മുതൽ 5 ലിറ്റർ വരെയാണ് മിക്ക കടകളിലും സൂക്ഷിക്കുന്നത്. അതെല്ലാം ഈ ടാപ്പിംഗ് നടക്കാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതിന് കാലാവസ്ഥയൊക്കെ തെളിഞ്ഞ് ശുഭപ്രതീക്ഷയിലാണ് ഈ കച്ചവടക്കാരും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.